സാമാന്യ ജനങ്ങൾക്ക് ഈ ദീനിൻ്റെ സത്യത ബോധ്യപ്പെടാൻ മതിയായ തെളിവാണ്. ഏതു നിഷേധികൾക്ക് മുന്നിലും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അന്ത്യനാൾ വരെ ഈ ദീനിൻ്റെ അജയ്യത വിളിച്ചോതി വിശുദ്ധ ഖുർആൻ നിലനിൽക്കുകയും ചെയ്യും. അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന മനുഷ്യഭൂതവർഗത്തിലേക്ക് സത്യസന്ദേശം എത്തിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് പ്രവാചകനിൽ അർപ്പിക്കപ്പെട്ടത്. ഈ ഭാരിച്ച ചുമതലാഭാരം അള്ളാഹു തന്നെ ഇറക്കി വച്ചത് സൂറത്തു ഷറഹിൽ അവൻ വ്യക്തമാക്കുന്നുണ്ട്. വവളഅന അൻക വിസ്റക്. ഈ ആയത്തിലെ വിസ്ർ ഭാരം എന്ന അർത്ഥത്തിലാണ് എന്നും നുബുവത്തിൻ്റെ ഭാരിച്ച ചുമതലയാണ് ഉദ്ദേശ്യം എന്നും ഇമാം നസഫി വ്യക്തമാക്കുന്നത് കാണാം. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശം ആർക്കും അജ്ഞാതമാകാത്ത വിധം അള്ളാഹു ഇവിടെ ഉയർത്തി നിർത്തുകയുണ്ടായി. ദിനേനയുള്ള 5 നേരത്തെ നിസ്കാരം, വാരാന്തത്തിലുള്ള ജുമുഅ, വർഷാന്തമുള്ള റമദാൻ നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ഇസ്ലാം മത സ്തംഭങ്ങൾ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളായി നിലനിന്നു വരുന്നു. നാൾക്കുനാളത് ശക്തിപ്പെടുക എന്നല്ലാതെ ഒളിമങ്ങുന്ന പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയും ലോകമൊട്ടുക്കും ഇസ്ലാമിനു പ്രചാരമുണ്ടാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇവകൾക്കൊപ്പം തന്നെ ഇസ്ലാം ലോകശ്രദ്ധ നേടുന്നതിൽ അതിൻ്റെ ജിഹാദിനും വലിയ പങ്കുണ്ട്. ഒട്ടകത്തിൻ്റെ പൂഞ്ഞയുടെ ഉയർന്ന ഭാഗത്തിൻ്റെ സ്ഥാനമാണ് ഇസ്ലാമിലെ ജിഹാദിനുള്ളതെന്നാണ് പ്രവാചക വചനം. റഅസുൽ അംരി അൽ ഇസ്ലാം വദിർവത്തു സിനാമിഹി അൽ ജിഹാദ്. ജിഹാദ് എന്നത് ആഗോളതലത്തിൽ തന്നെ ചാപ്പകുത്തപ്പെട്ട ഒരു പദമാണിന്ന്. തീവ്രവാദം, ഭീകരവാദം, ഭീകരപ്രവർത്തനങ്ങൾ എന്നൊക്കെയാണ് ഈ പദം ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ദൈവമാർഗത്തിലുള്ള ശ്രമവ്യയം എന്നതാണ് ഇതിൻ്റെ വിശാലമായ അർത്ഥം. ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിഹാദിന് അനുവാദം ചോദിച്ചു വന്നു. നബി തങ്ങൾ അയാളോട് ചോദിച്ചത്, നിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, 2 പേരും ജീവിച്ചിരിപ്പുണ്ട്. നബി ചോദിച്ചു, നിനക്ക് പാരത്രിക പ്രതിഫലത്തിൽ മോഹമുണ്ടല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. എങ്കിൽ നീ അവർ 2 പേരിലും ജിഹാദ് നടത്തുക. ഫീഹിമ ഫജാഹിദ്. ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളുടെ ഹക്ക് വീട്ടുന്നത് ജിഹാദാണെന്നാണ്. ഇതുകൊണ്ടാണ് വിധിവിലക്കുകൾ പാലിച്ച് നിലകൊള്ളുന്നതിനൊക്കെ ജിഹാദ് എന്ന് പറയുന്നതാണ് കരണീയമെന്ന് ഇമാം റാസി പറഞ്ഞത്. എന്നാൽ ലിസാനുൽ അറബിൽ ജിഹാദിനെ വിവരിക്കുന്നത് മുഹാറബത്തുൽ അഅദാ, ശത്രുക്കളോടുള്ള പോരാട്ടം എന്നാണ്. സാങ്കേതികമായി ജിഹാദ് എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. എന്നാൽ ശത്രുവിനെതിരെയുള്ള പോരാട്ടം തന്നെ 2ആയി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ ജിഹാദ്, വലിയ ജിഹാദ് എന്നിങ്ങനെ. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, നിങ്ങൾ ചെറിയ ജിഹാദിൽ നിന്നും വലിയ ജിഹാദിലേക്കാണ് മടങ്ങി വന്നിരിക്കുന്നത്. അവിടുത്തെ വലിയ ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദേഹേച്ഛയോടുള്ള പോരാട്ടമാണ്. ശത്രുക്കളുമായി നടത്തുന്ന ജിഹാദ് വ്യക്തികളോ ഏതെങ്കിലും ഗ്രൂപ്പുകളോ കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല. അത് തീർത്തും ഇസ്ലാമിക ഭരണാധികാരിക്ക് കീഴിൽ നടക്കേണ്ട വ്യവസ്ഥാപിതമായ ഭരണ നടപടിയാണ്. ഇത്തരം ഒരു സംവിധാനം രൂപപ്പെടുന്നതുവരെ ജിഹാദിന് അനുമതി ലഭിച്ചില്ല എന്നത് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ്. ഇതു സംബന്ധമായ നിയമങ്ങൾ 3-4 ഘട്ടങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. ആദ്യത്തിൽ ഒരു നിലക്കും പ്രതികരിക്കാതെ ക്ഷമ കൈക്കൊള്ളാനും ശത്രുക്കളുടെ മർദ്ദനങ്ങൾ സഹിക്കാനുമായിരുന്നു പ്രവാചകരോടും ആദ്യകാല അനുഗാമികളോടും കൽപ്പിക്കപ്പെട്ടിരുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ 70-ലധികം സൂക്തങ്ങൾ ഇക്കാര്യം ഊന്നിപ്പറഞ്ഞുകൊണ്ടുള്ളതാണ്. പ്രവാചകർ മദീനയിലെത്തി 1 വർഷം കഴിഞ്ഞാണ് പ്രതിരോധ പ്രതികരണങ്ങൾക്ക് അനുമതി ലഭിക്കുന്നത്. ഹിജ്റ 2-ാം വർഷം സഫർ മാസത്തിലായിരുന്നു ഇത്. പിന്നീട് 4 പവിത്ര മാസങ്ങളിലൊഴികെ ജിഹാദിന് തുടക്കമിടാം എന്ന നിയമം വന്നു. അതും കഴിഞ്ഞ് പവിത്ര മാസങ്ങളിലെ നിഷിദ്ധതയും എടുത്തുകളയപ്പെട്ടു. വാളിൻ്റെ സൂക്തത്തിൻ്റെ അവതരണത്തോടെയാണ് ഈ അന്തിമ നിയമം രൂപപ്പെടുന്നത്. മതപ്രബോധനത്തിൻ്റെ ഭാഗമാണ് ജിഹാദ്. ഇമാമുൽ ഹറമൈനി തൻ്റെ നിഹായത്തുൽ മത്ലബിൽ മതപരമായ ദഅവത്തിൻ്റെ ബാധ്യത 2 വിധത്തിലാണ് നിറവേറ്റേണ്ടതെന്നും, ഒന്ന് ഹിജാജിയായ ദഅവത്ത് എന്നും 2ാമത്തത് ഖഹരിയായ ദഅവത്ത് എന്നും പറയപ്പെടുന്നതാണെന്നും, 1ാമത്തതിൻ്റെ ബേസ് വിജ്ഞാനമാണെന്നും, കർക്കശ പ്രബോധനം എന്ന 2ാമത്തേത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദാണെന്നും വിവരിക്കുന്നത് കാണാം. ഫഅമ്മാ യുൻഷഉ മിൻ നസ്ലിദ്ദീൻ ഫൽഖിയാമു ബിഇദാമത്തി ഫർളിൻ ദഅവതൈൻ ഹിജാജിയ വഖഹരിയ ഫഅമ്മൽ ഹിജാജിയ
ഫഇമാദുഹൽ ഇൽം വൽ ഖഹരിയ ഹിയൽ ജിഹാദു ഫീ സബീലില്ലാഹി തആല. നിഹായത്തുൽ മത്ലബ് 17-ാം വാള്യം 392-ാം പേജ്. ഇത്തരം കർക്കശമായ നടപടികൾ ഭരണാധികാരികളുമായി മാത്രം ബന്ധപ്പെട്ടതാണെന്നും പ്രസ്തുത ഗ്രന്ഥത്തിൽ തുടർന്ന് കാണാം. ഇതൊരു കർമ്മശാസ്ത്ര വിഷയമായതുകൊണ്ട് തന്നെ ഇതു സംബന്ധിച്ചു കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്തു പറയുന്നു എന്നതാണ് പരിഗണിക്കേണ്ടത്. അവക്ക് വിരുദ്ധമായി ഖുർആനും ഹദീസും വായിച്ചുകൊണ്ട് പ്രദേശങ്ങളോ സാഹചര്യങ്ങളോ വിലയിരുത്താതെ വിശ്വാസികളിൽ തീവ്ര ചിന്ത ഉണ്ടാക്കുന്നതും മറുവശത്ത് ജിഹാദിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പ് അത് അവതരിച്ച പ്രതികരിക്കാതെ ക്ഷമ കൈക്കൊള്ളാൻ ആഹ്വാനം ചെയ്യുന്ന ആയത്തുകൾ ഓതി ജിഹാദ് നിരാകരിക്കുന്നതും നിയമസാധുതയുള്ള ആയത്തുകൾ തന്നെ അവതരണ പശ്ചാത്തലത്തിലെ സാഹചര്യങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത് ഉദ്ധരിക്കുന്നതും വിഷയസംബന്ധിയായി അവ്യക്തതയും ആശയക്കുഴപ്പങ്ങളും വരുത്തിവെക്കുന്നതാണ്. ജിഹാദ്, സിയർ, ഖിതാൽ ഇവയിൽ ഏതെങ്കിലും പേരുകളിലുള്ള അധ്യായങ്ങളിലാണ് കർമ്മശാസ്ത്രം വിഷയം ചർച്ച ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന ജീവിതകാലത്തെ പ്രബോധന പുറപ്പാടുകളെയാണ് ഇക്കാര്യത്തിൽ പ്രമാണിക്കുന്നത് എന്നതു പരിഗണിച്ചാണ് പല ഗ്രന്ഥങ്ങളിലും സിയർ എന്ന് പ്രയോഗിച്ചത്. ശത്രുവിനെ കൊന്നുകളയൽ ജിഹാദിൻ്റെ ലക്ഷ്യമല്ലെങ്കിലും ഇതിനിടയ്ക്ക് ശക്തമായ ചെറുത്തു നിൽക്കുന്നവരും ഈ സംഘട്ടനത്തിൽ ഏർപ്പെടേണ്ടി വരികയും കൊല ചെയ്യൽ വരെ ഉണ്ടാവുകയും ചെയ്യാം എന്നതു പരിഗണിച്ച് ഖിതാൽ എന്നും ചിലർ അധ്യായത്തിന് പേര് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെട്ടതും അല്ലാത്തതുമായ പ്രബോധക സംഘയാത്രകൾ നടന്നിട്ടുണ്ട്. ഇവയിൽ ഏറ്റുമുട്ടലുകൾ നടന്നതും അല്ലാത്തവയുമുണ്ട്. നബി ഉൾപ്പെട്ടവ ഗസ്വ എന്ന പേരിലും അല്ലാത്തവ സെരിയ എന്ന പേരിലുമാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. ഗസ്വകൾ 27, സെരിയകൾ 47 ഇമാം അഥവാ മുസ്ലിം ഭരണാധികാരി നേരിട്ടോ അല്ലാതെയോ നയിക്കുന്നതും പ്രജകൾ അണിനിരക്കുന്നതുമായ ഒരു സംവിധാനമാണ് ജിഹാദ്. ഇത് 2 വിധം ഉണ്ടാകാം. ഇസ്ലാമിക ഭൂമികയിലേക്ക് ശത്രു കടന്നുകയറുന്ന സാഹചര്യം. ഇത്തരം ഘട്ടത്തിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ കഴിയുന്നവരെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ വ്യക്തിപരമായ നിർബന്ധ ബാധ്യതയാകും. അല്ലാതെ തന്നെ വർഷത്തിലൊരിക്കലെങ്കിലും ജിഹാദ് നടത്തൽ ഭരണാധികാരിക്ക് നിർബന്ധമാണ്. ഇത് 2 വിധത്തിലാകാം. ശത്രു പ്രദേശങ്ങളിലേക്ക് മുന്നേറുകയോ ശത്രുവിൻ്റെ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളോട് ചേർന്ന് അവരുടെ കടന്നുകയറ്റം സാധ്യമാക്കാതെ പ്രതിരോധം തീർത്തുകൊണ്ട് ഇസ്ലാമിക ഭരണത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക. ഇതിൽ ഓരോ വ്യക്തിയും പങ്കുകൊള്ളൽ നിർബന്ധമല്ല. ഫർള് കിഫായയുടെ ഗണത്തിലാണിത് വരുന്നത്. പ്രായപൂർത്തിയും ബുദ്ധിയും സേവനശേഷിയുമുള്ള പുരുഷന്മാരുടെ മേലാണ് ഈ ബാധ്യത വരുന്നത്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഈ സേവനം വൈയക്തിക ബാധ്യതയായിരുന്നുവെങ്കിൽ ജീവിതമാർഗങ്ങൾ മുട്ടിപ്പോകുന്നതാണ്. ഇതുകൊണ്ട് ലക്ഷ്യസാധ്യത്തിന് ജീവിതമാർഗങ്ങൾ മുട്ടിപ്പോകുന്നതാണ്. ഇതുകൊണ്ടാണ് ലക്ഷ്യസാധ്യത്തിന് അനിവാര്യമായ എണ്ണം ആളുകൾ ഈ ധർമ്മം നിറവേറ്റിയാൽ മറ്റുള്ളവരുടെ കുറ്റം ഒഴിവാകുന്നത്. സൈനിക സേവനത്തിന് സ്ഥിരമായി ശമ്പളവും ചെലവും പൊതുബാധ്യതയാകുന്ന വിധത്തിലല്ല ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പത്തിലെ പ്രതിരോധ സംവിധാനം എന്ന് ചുരുക്കം. ഇതിൻ്റെ ചെലവിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നത് സക്കാത്തിൽ നിന്നും തത്തുല്യ മാർഗങ്ങളിൽ നിന്നുമാണ്. വർത്തമാനകാലത്ത് ഓരോ രാജ്യങ്ങൾക്കും പ്രത്യേക അതിർത്തിയും സുരക്ഷാ സംവിധാനങ്ങളും ഉള്ളപ്പോൾ അവയെ മറികടന്നുകൊണ്ടുള്ള ജിഹാദ് ഇന്ന് ഏകദേശം അസാധ്യമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ തന്നെയും ഭരണാധികാരിയുടെ ബാധ്യത വിടാൻ നിലവിലെ സൈന്യങ്ങളുടെ പരേഡുകളും അഭ്യാസ പ്രകടനങ്ങളും മാത്രം മതിയാകുമെന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രം ഏതു കാലത്തേക്കും പ്രായോഗികമാണ് എന്നതിനെ അടിവരയിടുന്നുണ്ട്. മാതാപിതാക്കൾ, കടം കൊടുക്കാനുള്ളവർ എന്നിവരുടെ സമ്മതം സാമൂഹ്യ ബാധ്യതയായ ജിഹാദിൻ്റെ നിർബന്ധമാണ്. കൊന്നവന് പകരം കൊല്ലുക, കട്ടവൻ്റെ കൈമുറിക്കുക, അവിവാഹിതൻ വ്യഭിചരിച്ചാൽ എറിഞ്ഞുകൊല്ലുക തുടങ്ങിയ ഖിസാസ് ഹദ്ദുകൾ പോലെ തന്നെയാണ് ഇതും. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു രാഷ്ട്ര സംവിധാനത്തിലുള്ള കോടതി വിധിച്ചപ്പോൾ അതിൽ ഇടപെടുന്നതിന് നമ്മുടെ രാഷ്ട്രത്തിന് പോലും പരിമിതി ഉണ്ടായത് നാം കണ്ടതാണ്. രാഷ്ട്രങ്ങൾ നടത്തുന്ന യുദ്ധങ്ങളും കടന്നുകയറ്റങ്ങളുമൊക്കെ ഇതുപോലെ തന്നെയായിരിക്കും. ഉക്രൈനിലെ റഷ്യയുടെ ഇടപെടലും ഇസ്രായേൽ ഇറാൻ സംഘർഷവും ഒക്കെ നടക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ മാനിച്ചോ ഭയന്നോ മാറി നിൽക്കുന്നത് നാം കാണുന്നുണ്ട്. ഇതുപോലെ ഇസ്ലാമിക ഭരണകൂടങ്ങൾ വ്യവസ്ഥാപിതമായി ജിഹാദ് നടത്തുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അതിൽ ആക്ഷേപത്തിന് കാര്യമായ പഴുതുണ്ടാകില്ല. വർത്തമാനകാലത്തെ യുദ്ധങ്ങളിൽ ഇതര മതസ്ഥർ മുസ്ലിങ്ങളുടെ ഇരകളാകുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ
മറ്റുള്ളവരുടെ ഇരകളാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അക്രമിയോട് പോലും കരുണ കാണിക്കണമെന്ന നിയമമുള്ള മതമാണ് ക്രിസ്തുമതം. നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. മത്തായി 5:44. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. മത്തായി 5:9. യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ പത്രോസ് വാൾ എടുത്ത് ശത്രുവിൻ്റെ കാതു മുറിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, നിന്റെ വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവരെല്ലാം വാളാൽ നശിക്കും. മത്തായി 26:52. ഇത്തരം തത്വങ്ങളും കൊണ്ട് സ്നേഹമുഖമുദ്രയായി കഴിഞ്ഞുകൂടുന്ന ക്രിസ്ത്യാനികൾക്ക് പ്രാമുഖ്യമുള്ള ഭരണകൂടങ്ങളാണ് ഇങ്ങോട്ട് ആക്രമിച്ചവർ അല്ലാത്തവർ എന്ന വ്യത്യാസമില്ലാതെ മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തുന്നത്. ആയുധ വിൽപ്പന രാജ്യത്തിൻ്റെ മുഖ്യ വരുമാനമായി കാണുന്നത്. ആറ്റം ബോംബ് കൈവശം വെക്കാൻ തങ്ങൾക്കേ അവകാശമുള്ളൂ എന്ന് വാദിക്കുന്നവർ അത് ലോകത്തിന് മുമ്പിൽ പ്രയോഗിച്ച് കാണിച്ചു തന്നവരാണ് എന്നത് എന്തൊരു വിരോധാഭാസമാണ്. മാരകായുധങ്ങൾ വിറ്റും മനുഷ്യരുടെ രക്തപ്പുഴ ഒഴുക്കിയും ലോകത്ത് സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരാണ്. ക്രിസ്തുമതത്തിൻ്റെ താത്വികമായ പരാജയമാണിത് വ്യക്തമാക്കുന്നത്. ജൂതന്മാർക്ക് മനുഷ്യരെ കൊന്നുകൂട്ടൽ തന്നെ ഒരു ഹോബിയാണ്. പട്ടിണി കിടന്നു ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവർക്ക് നേരെ വെടിയുതിർത്തും ബോംബ് വർഷിച്ചും ഹരം കാണുന്ന അവരുടെ മനസ്സറിയാത്തവർ ഇന്ന് ലോകത്തുണ്ടോ? ഒരു ജൂതൻ മുസ്ലിമിൻ്റെ കൂടെ തനിച്ചായാൽ ഇവനെ കൊന്നാലോ എന്ന് അവൻ ചിന്തിക്കാതിരിക്കില്ല എന്നാണ് ജൂതരുടെ ദുഷ്ട ഹൃദയത്തെ അനാവരണം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഷേക്സ്പിയർ തൻ്റെ പ്രസിദ്ധ നോവലായ മർച്ചൻ്റ് ഓഫ് വെനീസിൽ ഷൈലോക്ക് എന്ന കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ജൂതൻ്റെ ദുഷ്ട മനസ്ഥിതിയാണ്. ലോകത്തിൻ്റെ ഏതു ഭാഗത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയും മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഖത്തറിൻ്റെ പരമാധികാരത്തെയാണ് അവർ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം ചേർന്നാണ് ഇസ്ലാമിനെയും വിശുദ്ധ പ്രവാചകരെയും വിശുദ്ധ ഖുർആനെയും മുസ്ലിങ്ങളെയും ഭീകരതയുടെ പര്യായമാക്കി അവതരിപ്പിക്കുന്നത്. ലോകത്ത് യുദ്ധം ആരംഭിച്ചത് ഇസ്ലാം അല്ലെന്നത് ആരെയും പറഞ്ഞു ധരിപ്പിക്കേണ്ട കാര്യമില്ല. നൂറ്റാണ്ടുകളായി പകയിലും വിദ്വേഷത്തിലും കഴിഞ്ഞിരുന്ന ഗോത്രങ്ങളെ സൗഹൃദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പാതയിലേക്ക് കൊണ്ടുവന്ന് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചവരാണ് പരിശുദ്ധ പ്രവാചകർ. വർത്തമാനകാലത്ത് യുദ്ധം എന്ന് കേൾക്കുമ്പോൾ മനോമുകുരത്തിൽ തെളിയുന്നത് ഒന്നും രണ്ടും മഹായുദ്ധങ്ങളും: വിയറ്റ്നാം യുദ്ധം, ഗൾഫ് യുദ്ധം, ഉക്രൈൻ യുദ്ധം, ഫലസ്തീനിലും ഇറാനിലും ഇസ്രായേലും അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ. ഇവ സമ്മാനിച്ച ദുരന്തങ്ങൾ ഇവയായിരിക്കും. 1914-18 കാലയളവിൽ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ 2,20,00,000 വരെ ആളുകൾ മരിച്ചതായി പറയപ്പെടുന്നു. 1939 മുതൽ 1945 വരെ നടന്ന ചരിത്രത്തിലെ ഏറ്റവും മാരകമായ രണ്ടാം ലോക മഹായുദ്ധത്തിൽ 7,80,00,000 വരെ ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു. ഇതിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു. 1927 മുതൽ 1949 വരെ നടന്ന ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിൽ 90 ലക്ഷം വരെ ആളുകൾ മരിച്ചതായി കണക്കാക്കുന്നു. 1955 മുതൽ 75 വരെ വിയറ്റ്നാമിൽ നടന്ന വിയറ്റ്നാം യുദ്ധത്തിൽ 40 ലക്ഷത്തിലധികം വരെ ആളുകൾ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. 1950 മുതൽ 53 വരെ നീണ്ടുനിന്ന ഉത്തര ദക്ഷിണ കൊറിയകൾ തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഏകദേശം 35 ദശലക്ഷം വരെ ആളുകൾ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. 1979 കാലയളവിൽ സോവിയറ്റ് യൂണിയനും അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദിനുകളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ 30 ലക്ഷം വരെ ആളുകൾ മരിച്ചതായി കണക്കാക്കുന്നു. 2003 മുതൽ 2011 വരെ അമേരിക്കൻ സഖ്യകക്ഷികൾ ഇറാഖിനെ തകർക്കാൻ നടത്തിയ യുദ്ധത്തിൽ 1 ലക്ഷത്തിലധികം സാധാരണക്കാർ ഉൾപ്പെടെ 2,80,000-ലധികം ആളുകൾ മരിച്ചതായി ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2001 മുതൽ 2021 വരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ താലിബാനെതിരെ നടന്ന യുദ്ധത്തിൽ 1,70,000-ലധികം ആളുകൾ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. ഉക്രൈൻ യുദ്ധം 2014 മുതൽ തുടങ്ങിയിട്ടുള്ളത്. റഷ്യൻ സേനയുടെ ഉക്രൈൻ അധിനിവേശം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും സാധാരണക്കാരുടെ മരണങ്ങൾക്കും കാരണമായി. മരണസംഖ്യ ഇപ്പോഴും കൃത്യമായി കണക്കാക്കപ്പെട്ടിട്ടില്ല. ഇവയിൽ പലതിനും അകാരണമായി ഇരകളായി
എന്നതല്ലാതെ മുസ്ലിങ്ങൾ ഇവയിൽ കാരണക്കാർ അല്ലായിരുന്നു എന്നത് വ്യക്തമാണ്. ഇസ്ലാമിലെ ജിഹാദിൽ അപരനെ വകവരുത്തലും നിഷ്കാസനം ചെയ്യലും ലക്ഷ്യമേ അല്ല. ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിലനിൽപ്പും നീതിയുക്തമായ അള്ളാഹുവിൻ്റെ നിയമത്തിൽ അധിഷ്ഠിതമായ നിയമവാഴ്ചയുമാണ് അതിൻ്റെ ലക്ഷ്യം. അത് സ്വീകരിക്കാൻ തയ്യാറാവാത്തവരെ വധിച്ചു കളയുന്നതിന് പകരം അവരുമായി സഹകരണ കരാറിന് പ്രാമുഖ്യം നൽകുന്നതാണ് ഇസ്ലാമിൻ്റെ ശൈലി. യുദ്ധം ചെയ്യാൻ ഭരണകൂടത്തിനേ അധികാരമുള്ളൂ എങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിനു കീഴിൽ കഴിയുന്ന ഇതര മതവിശ്വാസികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താനുള്ള അധികാരം ഭരണകൂടത്തിൽ മാത്രം നിക്ഷിപ്തമല്ല. ഏതൊരു മുസ്ലിമിനും ഈ അധികാരമുണ്ട്. ഭരണാധികാരിക്ക് പോലും അതിനെ മറികടക്കാനാകില്ല എന്നത് ഇസ്ലാമിക നിയമത്തിൻ്റെ വിശാലതയും നീതിഭദ്രതയും ആണ് അടയാളപ്പെടുത്തുന്നത്. ഏതൊരു ഭരണകൂടത്തിനും അതിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഭരണ വ്യവസ്ഥകൾ ഉണ്ടാകുമല്ലോ. അതിനെ ചോദ്യം ചെയ്യുന്നവർക്ക് അർഹിക്കുന്ന ശിക്ഷയും ഉണ്ടാകും. ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ നിയമങ്ങൾ ശരീഅത്തിൽ അധിഷ്ഠിതമായിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യുന്നവർക്ക് അർഹിക്കുന്ന ശിക്ഷ ഉണ്ടാകും എന്നു മാത്രം. ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ ശിക്ഷയ്ക്ക് വിധേയരാകാം. ഇതിലൊന്നും അനീതി ആരോപിക്കാൻ പഴുതില്ലെന്ന് ചുരുക്കം. ഏറ്റുമുട്ടാൻ തയ്യാറാകുന്നവർ തമ്മിൽ മാത്രം സംഭവിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ ഒതുങ്ങുന്ന പുറമെയുള്ളവർക്കൊന്നും സംഭവിക്കാതെ കണ്ടു നിൽക്കാനാവുന്ന പ്രവാചകരുടെ പടയോട്ടങ്ങളുടെ കൂടെ ചേർത്ത് ഇത്തരം യുദ്ധങ്ങൾ വായിക്കപ്പെടുന്നു എന്നത് കഷ്ടമല്ലേ? നിയതമായ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ഇരുപക്ഷവും അത്തരം ഏറ്റുമുട്ടലുകൾ നടത്തിയിരുന്നത്. പഴയകാലത്ത് ഉത്സവപ്പറമ്പുകളിലും നേർച്ചയുടെ ഭാഗമായും പടകളികൾ സംഘടിപ്പിച്ചിരുന്നു. മുൻകാലങ്ങളിലെ വ്യവസ്ഥാപിതവും മാന്യവുമായ ഏറ്റുമുട്ടലുകളുടെ നിയമങ്ങൾ പകർന്നു നൽകാൻ ഈ കളി സഹായകമായിരുന്നു. ഇന്നു പക്ഷേ പലർക്കും ഇത് കേട്ടുകേൾവി മാത്രമാണ്. അതിനിടയിൽ ഇരുവശത്തുമുള്ളവർ തമ്മിലുള്ള വ്യക്തി സൗഹൃദ ബന്ധങ്ങൾ വരെ കാത്തു സൂക്ഷിക്കപ്പെട്ടിരുന്നു. കുശലം പറച്ചിലുകൾ നടന്നിരുന്നു. അതുകൊണ്ട് മനുഷ്യരാശിക്കോ പ്രകൃതിക്കോ യാതൊരു നാശവും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ്റെ ചരിത്രം വായിക്കുമ്പോഴൊക്കെ യുദ്ധം അതിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ്. ഗോത്രങ്ങളും വ്യത്യസ്ത പ്രദേശക്കാരും എന്നും സംഘട്ടനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവയെ ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടുന്ന ദൗത്യമാണ് പ്രവാചകർ നടത്തിയത്. വലതു കൈയിൽ പരിചയം ഇടതുകൈയിൽ വാളുമേന്തുന്നത് സൂചിപ്പിക്കുന്നത് പ്രതിരോധത്തിൽ ഊന്നി അനിവാര്യമെങ്കിൽ മാത്രം വാളുപയോഗിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ജിഹാദിൽ ഉള്ളത് എന്നാണ്. ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിൻ്റെ നയം. ഹുദൈബിയ കരാർ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇതിലെ വ്യവസ്ഥകൾ എല്ലാം പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായിരുന്നെങ്കിലും ആ കരാറുമായി മുന്നോട്ടു പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു. ഫലത്തിൽ ഇത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി എന്നതും മറുപക്ഷം അതിൽ നിന്ന് പിന്മാറി എന്നതും മറ്റൊരു കാര്യമാണ്. ഏറ്റുമുട്ടലുകൾക്ക് പകരം നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നതിലും പ്രവാചകർ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ ഭൂഖണ്ഡങ്ങളിലെ പല പ്രധാന ഭരണാധികാരികൾക്കും ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് പ്രവാചകർ കത്തുകൾ അയച്ചത്. ലോകത്തെ എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മദീന കരാർ വിവിധ മത വിഭാഗങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ളതായിരുന്നു എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. പരസ്പരം സഹകരിച്ചു കഴിഞ്ഞു കൂടുന്നതോടൊപ്പം മദീനയുടെ സുരക്ഷ എല്ലാ വിഭാഗവും ഉറപ്പുവരുത്തണം എന്നത് കരാറിലെ പ്രധാന വ്യവസ്ഥയായിരുന്നു. ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്ന എല്ലാ വിഭാഗങ്ങളെയും കൂട്ടുപിടിച്ച് ഖുറൈശികളുടെ നേതൃത്വത്തിൽ നടത്തിയ ബഹുകക്ഷി ആക്രമണമാണ് യുദ്ധം. ഇതിൽ ഖന്തക് യുദ്ധം. ഇതിൽ സൽമാനുൽ ഫാരിസി നിർദ്ദേശിച്ച പേർഷ്യൻ യുദ്ധപ്രതിരോധ തന്ത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പാക്കിയത്. അങ്ങനെ മദീനയുടെ പ്രവേശന മുഖത്ത് ശത്രുക്കൾക്ക് ഭേദിക്കാൻ കഴിയാത്ത ആഴവും വീതിയുമുള്ളതും 5000 മുഴം നീളത്തിൽ ഉള്ളതുമായ ഒരു കിടങ്ങ് കുഴിക്കപ്പെട്ടു. ബനു ഖൈനുഖാ, ബനു നദീർ എന്നീ ജൂത ഗോത്രങ്ങൾ നബിയുമായി നടത്തിയ കരാർ ലംഘിച്ചതിൻ്റെ പേരിൽ കരാർ വ്യവസ്ഥ പ്രകാരം മദീനയിൽ നിന്ന് നാടുകടത്തിയ ശേഷിച്ച ബനു ഖുറൈള ബഹുകക്ഷി ആക്രമണം നടക്കുന്ന ഖന്തക് യുദ്ധവേളയിലാണ് കരാറിൽ നിന്ന് പിന്തിരിയുന്നത്. അവർ കരാറിൽ നിന്നും പിന്മാറുക മാത്രമല്ല, ഖുറൈശികൾക്കും ഗത്ഫാൻ ഗോത്രക്കാർക്കും സഹായികളായി വർത്തിക്കുക കൂടിയായിരുന്നു. ഇങ്ങനെ ഒരു യുദ്ധത്തിന് ആസൂത്രണം ചെയ്തു തന്നെ ബനു നളീർ തലവനായ ഹുയയ്യ് ബിൻ അഖ്തബ് ആയിരുന്നു.
ബനൂ ഖുറൈളയുടെ പിന്മാറ്റത്തിനു പിന്നിലും അയാൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അയാൾ അവരുടെ നേതാവും വക്താവുമായ കഅബ് ബിൻ അസദിനെ സമീപിക്കാനായി വന്നത് അറിഞ്ഞ് കഅബ് കോട്ടയുടെ വാതിൽ അടച്ചു. ഹുയയ്യ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നീ അപലക്ഷണം പിടിച്ച കെട്ട മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിസമ്മതിക്കുകയും ഞാൻ മുഹമ്മദുമായി കരാറിലേർപ്പെട്ടവൻ ആണ്, ആ കരാർ ലംഘിക്കാൻ ഞാൻ തയ്യാറല്ല, എനിക്കിതുവരെ മുഹമ്മദിൽ നിന്ന് സത്യസന്ധതയും കരാർ പാലനവുമല്ലാതെ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഉറച്ച നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൽ താല്പര്യമില്ലാതെ വാതിലടച്ചതാണല്ലോ എന്നൊക്കെ ചോദിച്ച് സമ്മർദ്ദത്തിലാക്കി വാതിൽ തുറപ്പിക്കുകയും നബിയെയും അനുഗാമികളെയും ഉന്മൂലനം ചെയ്യാൻ ഖുറൈശികളടങ്ങുന്ന സർവശക്തികളോടും താൻ ധാരണയായ കാര്യം അറിയിക്കുകയും അതിൽ ഭാഗഭാക്കാകാൻ നിർബന്ധിക്കുകയുമായിരുന്നു ഹുയയ്യ. അപ്പോഴും കഅബ് തൻ്റെ പഴയ നിലപാട് ആവർത്തിച്ചെങ്കിലും ഹുയയ്യ വിട്ടില്ല. അവസാനം നിർബന്ധത്തിന് വഴങ്ങുകയും കരാറിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. അവരുടെ ഈ ചുവടുമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടപ്പോൾ നിജസ്ഥിതി അറിയാനായി അവരുടെ അടുത്തേക്ക് സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്നു. കേട്ടത് ശരിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. എന്നിട്ടും ഈ റിപ്പോർട്ടിൽ മതിയാക്കാതെ അവരുമായി പൂർവ്വകാല സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഔസ് ഗോത്രക്കാർക്ക് നേരിൽ ബോധ്യപ്പെടാൻ ഉതകും വിധം ഔസിൻ്റെ തലവൻ സഅദ് ബിൻ മുആദ്, ഖസ്റജ് തലവൻ സഅദ് ബിൻ ഉബാദ, അബ്ദുല്ലാഹി ബിൻ റവാഹ, ഖവ്വാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹും എന്നിവരടങ്ങുന്ന സംഘത്തെ കൂടെ അങ്ങോട്ട് അയക്കുകയും അവരെക്കുറിച്ച് കേട്ടറിഞ്ഞതും പ്രതിനിധി മുഖേന സ്ഥിരീകരിക്കപ്പെട്ടതുമായ കാര്യം സംശയലേശമെന്നെ അന്വേഷകരെ കൂടെ ബോധ്യപ്പെടുത്താനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കുമ്പോൾ അവിടുത്തെ നിർദ്ദേശം എത്ര സൂക്ഷ്മവും സഖ്യ കക്ഷിയോടുള്ള മര്യാദയും നിറഞ്ഞതായിരുന്നു എന്ന് നോക്കണം. അവരെക്കുറിച്ച് കേൾക്കുന്നത് ശരിയാണെങ്കിൽ എനിക്ക് മാത്രം ബോധ്യപ്പെടുന്ന ശൈലിയിൽ അത് പറഞ്ഞു തരിക, ജനങ്ങളെ അറിയിക്കരുത്. അവർ കരാർ പാലനത്തിൽ നിലയുറപ്പിക്കുന്നവരാണെങ്കിൽ അക്കാര്യം നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുക എന്ന എത്ര മാന്യമായ നിലപാടായിരുന്നു നബിതങ്ങളുടേത്. അന്വേഷണ സംഘത്തിൻ്റെ നേരത്തെ അറിഞ്ഞതിലും അപ്പുറമാണ് അവിടെ എത്തിയപ്പോൾ ബോധ്യപ്പെട്ടത്. എന്ത് റസൂലുള്ള, ഞങ്ങളും മുഹമ്മദും തമ്മിൽ ഒരു കരാറും നിലനിൽക്കുന്നില്ല എന്നൊക്കെയാണ് അവർ വിളിച്ചു പറഞ്ഞത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവരോട് കയർക്കാൻ മുതിർന്നെങ്കിലും സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. എത്ര വലിയ അന്യായവും അനീതിയുമാണ് അവരിൽ നിന്ന് സംഭവിച്ചത്. കരാർ ലംഘിക്കുന്നതിനോടൊപ്പം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും എതിരാളികൾക്ക് ഒത്താശ ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരക്കാർക്ക് എന്തു ശിക്ഷ നൽകണം എന്ന് ചോദിച്ചാൽ വധശിക്ഷയല്ലാതെ മറ്റൊരഭിപ്രായത്തിന് പ്രസക്തിയുണ്ടോ? സമാന പ്രശ്നത്തിൽ ഏത് രാജ്യവും നിരാക്ഷേപം നടപ്പിലാക്കുന്നതാണല്ലോ ഇത്തരക്കാർക്കുള്ള വധശിക്ഷ. ബനൂ ഖുറൈളയുടെ വഞ്ചന ബോധ്യപ്പെട്ട സഅദ് ബിൻ മുആദിന് ഖന്തക്ക് യുദ്ധത്തിൽ തൻ്റെ കൈത്തണ്ടയിലെ പ്രധാന രക്തക്കുഴലിന് ശരമേറ്റപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചത്, പടച്ചവനെ, ബനൂ ഖുറൈളയുടെ കാര്യത്തിൽ എൻ്റെ കണ്ണ് കുളിർമയാക്കാതെ എന്നെ നീ മരിപ്പിക്കരുതേ എന്നായിരുന്നു. കൂടെ നിൽക്കേണ്ടവർ ശത്രുക്കളായി മാറിയ വിവരമറിഞ്ഞപ്പോൾ ഖന്തക്ക് യുദ്ധരാത്രികളിൽ മുസ്ലിങ്ങൾ മദീനയിലെ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കാനുള്ള സാധ്യത മനസ്സിലാക്കി അവർക്ക് രാത്രികാല കാവൽ ഏർപ്പെടുത്താൻ നിർബന്ധിതരായി. അങ്ങനെ ഒരേ സമയം രണ്ടു ഭാഗം ശത്രുക്കൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടി വരുന്ന അവസ്ഥ എത്ര കഷ്ടമാണ്. യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം വന്നു. ശത്രുക്കളെ അള്ളാഹു മാനസികമായി ഭിന്നിപ്പിച്ചു, അവർക്കെതിരെ കാറ്റയച്ചു. അതോടെ അവർ പിന്തിരിഞ്ഞുപോയി. മുസ്ലിങ്ങൾ ആയുധം വച്ച് ളുഹർ സമയമായപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് നബിയോടായി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആയുധം വെച്ചോ, എന്നാൽ ഞങ്ങൾ മലക്കുകൾ ആയുധം വെച്ചിട്ടില്ല. ബനൂ ഖുറൈളയുടെ ഭാഗത്തേക്ക് പുറപ്പെടുക. ഇതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു, കേൾവിയും അനുസരണയും ഉള്ളവർ ബനൂ ഖുറൈളയിൽ എത്തും വരെ അസ്ർ നമസ്കരിക്കരുത്. അങ്ങനെ നബിയും സ്വഹാബത്തും അവിടെ എത്തി അവരെ 25 ദിവസത്തോളം ഉപരോധിച്ചു. ഗത്യന്തരമില്ലാതെ അവർ വിധിക്കു വിധേയപ്പെടാൻ തയ്യാറായി. അവരുടെ സഖ്യകക്ഷിയായ ഔസു തലവൻ സഅദ് ബിൻ മുആദിന്റെ തീരുമാനം അംഗീകരിക്കാമെന്ന് നബിയും അവരും തമ്മിൽ ധാരണയായി. അങ്ങനെ മാരക പരിക്കോടെ കഴിയുന്ന സഅദ് റളിയല്ലാഹു അൻഹു കഴുതപ്പുറത്ത് പ്രത്യേക മെത്തയിൽ ഇരുത്തി ഹാജരാക്കപ്പെട്ടു. അവരോട് മൃദു സമീപനം സ്വീകരിക്കാൻ ഔസുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ വഞ്ചന ബോധ്യപ്പെട്ട അദ്ദേഹം വിധിച്ചത് ഇങ്ങനെയാണ്: അവരിലെ പുരുഷന്മാർ വധിക്കപ്പെടണം, കുട്ടികളും സ്ത്രീകളും അടിമകളാക്കപ്പെടണം,
അവരുടെ സമ്പത്ത് ഓഹരി ചെയ്യപ്പെടുകയും വേണം. ഇത് കേട്ട നബി പറഞ്ഞത്, 7 ആകാശത്തിനു മീതെ നിന്നുള്ള അള്ളാഹുവിൻ്റെ വിധിയാണ് നീ വിധിച്ചത് എന്നായിരുന്നു. ഈ വിധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കിയത്. ഇതിൽ അനീതിയുടെ ലാഞ്ചന പോലുമില്ല എന്നുള്ളത് ഏതു നിഷ്പക്ഷനും ബോധ്യപ്പെടും. മക്കാ വിജയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച വിട്ടുവീഴ്ചയ്ക്കും മര്യാദക്കും ചരിത്രത്തിൽ തുല്യതയില്ല. പിറന്ന നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയും വധിക്കാൻ വരെ പലതവണ പദ്ധതിയിടുകയും ചെയ്തവരിലേക്ക് സ്വന്തം അനുയായികളുമായി കടന്നു വന്നു. ആ പ്രദേശം ജയിച്ചടക്കുമ്പോൾ ഒരു ശരാശരി മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന പ്രതികാര മനോഭാവം ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തം ഒഴുക്കുന്നത് ഒഴിവാക്കാനാണ് ശ്രദ്ധിച്ചത്. അതിനായി സുരക്ഷിത കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുന്ന് വിളംബരം ചെയ്തത്, മൻ ദഖല ദാറ അബി സുഫിയാൻ ഫഹുവ ആമിൻ വമൻ അഗ്ലഖ അലൈഹി ബാബഹ ഫഹുവ ആമിൻ വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിൻ വമൻ അൽഖ സിലാഹ ഫഹുവ ആമിൻ. അബു സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവനും സ്വന്തം വീട്ടിൽ വാതിലടച്ചിരുന്നവനും മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചവനും ആയുധം വെച്ചവനും സുരക്ഷിതനാകുന്നു. ഏറ്റുമുട്ടലില്ലാതെ മക്ക കീഴടക്കാൻ നബിക്ക് സാധിച്ചു. ഖാലിദ് ബിൻ വലീദിന്റെ സംഘത്തിന് ഏതാനും പേരെ നേരിടേണ്ടി വന്നതും വധിക്കേണ്ടി വന്നതും ഒഴിച്ചാൽ മക്ക വിജയത്തെ രക്തരഹിത വിപ്ലവം എന്ന് തന്നെയാണ് പറയാനാവുക. മക്കക്കാരോട് അവിടുന്ന് ചോദിച്ചു, ഞാൻ നിങ്ങളെ എന്തു ചെയ്യുമെന്നാണ് കരുതുന്നത്? അതിനോട് അവർ പ്രതികരിച്ചത്, ഇങ്ങനെ ആണ്, നന്മ ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മാന്യനായ സഹോദരനും മാന്യ സഹോദരൻ്റെ പുത്രനുമല്ലോ അങ്ങ് എന്നായിരുന്നു. വിചിന്തനത്തിന് അവസരം നൽകിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇത് ഹബു വ അന്തുമുത്തുലഖ, മോചിതരായ നിലയിൽ നിങ്ങൾ പോയിക്കൊള്ളൂ എന്നായിരുന്നു. ഈ സംഭവം പാശ്ചാത്യൻ എഴുത്തുകാർ വളരെ കൗതുകത്തോടെ കുറിക്കുന്നത് കാണാം. ഒന്ന്, കരൺ ആംസ്ട്രോങ്. പ്രമുഖ ബ്രിട്ടീഷ് എഴുത്തുകാരിയും ഇസ്ലാം ചരിത്രകാരിയുമായ കരൺ ആംസ്ട്രോങ് അവരുടെ മുഹമ്മദ് എ ബയോഗ്രഫി ഓഫ് പ്രൊഫൈറ്റ് എന്ന ഗ്രന്ഥത്തിൽ കുറിക്കുന്നത് ഇങ്ങനെ: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് മക്കയിൽ നേടിയത്. എന്നാൽ അത് സൈനികമായൊരു വിജയമായിരുന്നില്ല, മറിച്ച് സമാധാനപരമായ കീഴടക്കലായിരുന്നു. അദ്ദേഹം ശത്രുക്കളോട് കാണിച്ച വിട്ടുവീഴ്ചയും മാപ്പും ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. മക്കക്കാർ വർഷങ്ങളോളം അദ്ദേഹത്തെയും അനുയായികളെയും പീഡിപ്പിക്കുകയും പുറത്താക്കുകയും ചെയ്തിട്ടും അദ്ദേഹം അവരോട് പ്രതികാരം ചെയ്യാൻ തുനിഞ്ഞില്ല. പകരം ഇന്ന് നിങ്ങൾക്കെതിരെ ഒരു പ്രതികാരവുമില്ല എന്ന് പ്രഖ്യാപിച്ചു. സർ തോമസ് വാൾക്കർ ആർണോൾഡ് എന്ന രണ്ടാമത്തെ ആൾ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ 1888 ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന അദ്ദേഹം അല്ലാമ ഇഖ്ബാലിൻ്റെയും സയ്യിദ് സുലൈമാൻ നദവി എന്നിവരുടെയും ഗുരുവര്യൻ കൂടിയായിരുന്നു. ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റും ചരിത്രകാരനുമായ അദ്ദേഹം ദി പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: മുഹമ്മദ് നബി മക്കയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുടെ ജീവിതവും സ്വത്തും അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിലായിരുന്നു. 8 വർഷം മുമ്പ് അദ്ദേഹത്തെയും അനുയായികളെയും ക്രൂരമായി പീഡിപ്പിക്കുകയും സ്വന്തം നഗരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തവരായിരുന്നു അവർ. പക്ഷേ വിജയത്തിൻ്റെ ഈ നിമിഷത്തിൽ അദ്ദേഹം എല്ലാവർക്കും പുതുമാപ്പ് നൽകി. ഇത് ചരിത്രത്തിലെ വലിയ മനുഷ്യർ പോലും വളരെ അപൂർവമായി മാത്രം കാണിച്ചിട്ടുള്ള ഔദാര്യമാണ്. 3, ജോൺ ഡേവൻപോർട്ട്. ബ്രിട്ടീഷ് എഴുത്തുകാരനായ ഇദ്ദേഹം തൻ്റെ ആൻ അപ്പോളജി ഫോർ മുഹമ്മദ് ആൻഡ് ദ ഖുർആൻ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നു: മുഹമ്മദ് നബി അഹങ്കാരിയായ ഒരു കീഴടക്കലുകാരനായിരുന്നില്ല, മറിച്ച് തൻ്റെ മാതൃനഗരത്തിലേക്ക് തിരികെ വന്ന ഒരു വിജയിയായിട്ടാണ് അദ്ദേഹം പ്രവേശിച്ചത്. എന്നാൽ അവിടെ ഒരു രക്തച്ചൊരിച്ചിലും ഉണ്ടായില്ല. ഈ ഔദാര്യവും സമാധാനപരമായ നിലപാടും അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ എടുത്തു കാണിക്കുന്നു. ഇസ്ലാം അടിമത്വം നിരോധിക്കാത്തതിൻ്റെ പിന്നിലും ശത്രുപക്ഷത്തുള്ളവരുടെ ജീവൻ പരമാവധി സംരക്ഷിക്കലുള്ളതായി നമുക്ക് കാണാം. അടിമത്വത്തിലൂടെ ഇസ്ലാമിലെത്താനും ഇസ്ലാം സ്വീകരിച്ച അടിമകൾക്ക് പല മാർഗങ്ങളിലൂടെ മോചനം നേടാനും ഇസ്ലാമിൽ വകുപ്പുണ്ട്. ഇതോടെ ശാശ്വത നരകത്തിൽ നിന്നും താൽക്കാലിക അടിമത്വത്തിൽ നിന്നും അവർ ഒരുമിച്ച് മോചനം നേടുന്നു. വിശ്വസിക്കുകയും അടിമയായി തുടരുകയും ചെയ്തവൻ തൽക്കാലം ഐഹിക അടിമത്തം അനുഭവിക്കേണ്ടി വന്നാലും ശാശ്വത നരകത്തിൽ നിന്ന് മോചിതനാകുന്നു. ഇനി വിശ്വസിച്ചില്ലെന്ന് വച്ചാൽ തന്നെ ജീവിക്കാനുള്ള അവസരം അവൻ്റെ അടിമത്തം സമ്മാനിക്കുന്നുണ്ട്. ബന്ധികളുടെ കാര്യത്തിലെ ഇസ്ലാമിൻ്റെ നിയമങ്ങളും ഉദാരതയുടേതാണ്. വധിക്കുക, മോചനദ്രവ്യത്തിന് പകരം മോചിപ്പിക്കുക, ബന്ധികൾക്ക് പകരം മോചിതരാക്കുക, അടിമയാക്കുക, നിരുപാധികം വെറുതെ വിടുക, ഇവയിൽ യുക്തമായത് തിരഞ്ഞെടുക്കാൻ ഭരണാധികാരിക്ക് അധികാരമുണ്ട്. ഒരിക്കലും മാപ്പർഹിക്കാതെ ശത്രുവിനെ വകവരുത്താനുള്ള ഒരു അവസരം ഇല്ലാതായി കൂടല്ലോ. എന്നാൽ ഇങ്ങനെ വധിക്കപ്പെട്ടവർ ചരിത്രത്തിൽ തന്നെ അപൂർവമാണുള്ളത്. നിരുപാധിക മോചനത്തിന് ധാരാളം ഉദാഹരണങ്ങൾ നിരത്താനുണ്ട്. വർത്തമാന കാലത്തു തന്നെ മുസ്ലിം പോരാളികൾ
ബന്ധികളോട് കാണിക്കുന്ന മര്യാദ ലോക ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടല്ലോ. ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ പ്രധാന ഭാഗമായ ജിഹാദ് നന്മയും സമാധാനവും ലക്ഷ്യം വെച്ചുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം. അവരൻ്റെ ശാശ്വത നന്മ ലക്ഷ്യം വെച്ച് നടത്തുന്ന ജിഹാദ് കൊണ്ട് സ്വന്തം ശരീരം അപകടത്തിൽപ്പെട്ടേക്കാം. അക്കാര്യം പരിഗണിക്കാതെ നടത്തുന്ന ഈ ത്യാഗം ഈ ഉമ്മത്തിനെ ഉത്തമ സമുദായമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. 10 കൊല്ലത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ടും അല്ലാതെയുമായി നയിച്ച 70 സൈനിക നീക്കങ്ങളുണ്ട്. ഇവയിൽ അധികത്തിലും 74 സൈനിക നീക്കങ്ങളുണ്ട്. ഇവയിൽ അധികത്തിലും ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല. ഇവയിൽ എല്ലാത്തിലും കൂടിയായി കൊല്ലപ്പെട്ട മുസ്ലിങ്ങൾ 255 ശത്രുക്കൾ 759 മൊത്തം ബന്ധിയാക്കപ്പെട്ട 6564 പേരിൽ വധിക്കപ്പെട്ടത് 2 പേർ മാത്രമാണ്. വിട്ടയക്കപ്പെട്ടവർ 6347 മറ്റുള്ളവർ 215 എന്നിങ്ങനെയാണ് കണക്ക്. ഒറ്റ ദിവസത്തെ ബോംബിങ്ങിൽ 100 അതിലധികവും ആളുകൾ മരിക്കുന്നത് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര ചുരുക്കമാണ് ഈ സംഖ്യ. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ പദപ്രയോഗങ്ങൾ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ഉദ്ധരിക്കുമ്പോൾ തീർത്തും തെറ്റായ ആശയങ്ങൾ ജനിക്കുകയാണ്. അവയിൽപ്പെട്ട ഒന്നാണ് ഖാത്തിലുൽ മുശ്രിക്കീന കാഫ, ബഹുദൈവ വിശ്വാസികളെ ഒന്നടങ്കം കൊല്ലാൻ വേണ്ടി ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു എന്നത്. ഇന്നലനാ ഫിൽ ബഹാഇമി അജ്റ ഖാല ഫീ കുല്ലി കബ്ദിൻ റതുബത്തിൻ അജ്ർ, എല്ലാ പച്ചയായ കരൾ ഉള്ളതിലും കൂലിയുണ്ട് എന്ന്, കാലികൾക്ക് നന്മ ചെയ്താൽ പ്രതിഫലമുണ്ടോ എന്ന സഹാബത്തിന്റെ സംശയത്തിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഇസ്ലാമുമായി ശത്രുതയിൽ കഴിയുന്ന അവിശ്വാസിയും പെടുമെന്ന് ഇമാമുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നിരിക്കെ എങ്ങനെ എല്ലാ അവിശ്വാസികളെയും കൊന്നുകളയാൻ ഇസ്ലാം കൽപ്പിക്കും? നിങ്ങളോട് അവർ സംഘടിതമായി പോരാടുന്നുവല്ലോ, അതുപോലെ നിങ്ങൾ അവരോടും സംഘടിതമായി പോരാടിക്കൊള്ളുക എന്നതാണ് ഈ പ്രമേയത്തിൻ്റെ ഈ ആയത്തിൻ്റെ പ്രമേയം. ഇബ്നു കസീർ വിവരിക്കുന്നത് വഖാത്തിലുൽ മുശ്രിക്കീന കാഫ ഐ ജമീഉക്കും കമാ യുഖാത്തിലൂനക്കും കാഫ ഐ ജമീഉഹും എന്നാണ്. മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തെ ശത്രുക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ ഒരുമിച്ച് അതിനെ പ്രതിരോധിക്കണമെന്ന് അള്ളാഹു പറഞ്ഞത് മുസ്ലിം ലോകം ശിരസ്സാവഹിക്കാതിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഈ ആയത്തിൻ്റെ ആഹ്വാനം തീർത്തും ന്യായവും പ്രസക്തവും ആണെന്ന് ആർക്കാണ് ബോധ്യപ്പെടാതിരിക്കുക? വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, കണ്ടെടുത്ത് വച്ച് കൊല്ലാനാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് മറ്റൊരാക്ഷേപം. യുദ്ധസാഹചര്യത്തിൽ വധം നിഷിദ്ധമായ മക്കയിലെ ഹറം പോലുള്ള സ്ഥലമാണെങ്കിൽ പോലും കൊല്ലപ്പെടേണ്ടവനെ കൊന്നുകളയുക എന്നാണ് പറയുന്നത്. മറിച്ചായിരുന്നെങ്കിൽ അതനുസരിച്ച് കാലമത്രയും കടന്നുപോയ വിശ്വാസികളോ മുസ്ലിം ഭരണകൂടങ്ങളോ പ്രവർത്തിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇസ്ലാമിൻ്റെ മേന്മയിലും അതിൻ്റെ സ്വീകാര്യതയിലും അസൂയ പൂണ്ട ശത്രുക്കൾ എക്കാലത്തും ഇസ്ലാമിൻ്റെ ഏതു നിയമത്തിനെതിരെയും പ്രത്യേകിച്ച് ജിഹാദിനെതിരെയും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഖ്ലയിലേക്ക് ഹിജ്റ 2 ജുമാദുൽ ഉഖ്റയിൽ നിയോഗിച്ച ഒരു സംഘം അംർ ബിൻ അൽ ഹളറമി എന്നയാൾ റജബ് മാസത്തിൻ്റെ പ്രഥമ രാവിൽ അത് റജബായതറിയാതെ വധിക്കാൻ ഇടയായ സംഭവം ഇസ്ലാം വിരോധികൾ ഏറ്റുപിടിക്കുകയും നബിക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ആക്ഷേപം ചൊരിയാൻ കാരണമാവുകയും ചെയ്തു. ഇതേക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, യസ്അലൂനക അനിശ്ശഹ്രിൽ ഹറാം ഖിതാലിൻ ഫീഹി ഖുൽ ഖിതാലും ഫീഹി കബീറുൻ വസദ്ദുൻ അൻ സബീലില്ലാഹ് വകുഫ്റുൻ ബിഹി വൽ മസ്ജിദിൽ ഹറാമി വഇഖ്റാജു അഹ്ലിഹി മിൻഹു അക്ബറു ഇൻദല്ലാഹ് വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ. പവിത്ര മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് സംബന്ധമായി അവർ തങ്ങളോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ മറുപടി പറഞ്ഞേക്കുക, അതിൽ യുദ്ധം ചെയ്യൽ വലിയ കുറ്റം തന്നെയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗം സ്വീകരിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതും അവനിൽ വിശ്വസിക്കാതെ നിഷേധിയാവുന്നതും മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്നവരെ തടയുന്നതും അതിൻ്റെ യഥാർത്ഥ അവകാശികളെ അതിൽ നിന്ന് പുറത്താക്കുന്നതും അള്ളാഹുവിങ്കൽ ഭീമപാപങ്ങളാണ്. ഷിർക്കാകുന്ന ഫിത്ന അള്ളാഹുവിൻ്റെ പക്കൽ വധത്തിലും വലിയ പാപമാണ്. ഇങ്ങനെ ഇസ്ലാമിക നിയമങ്ങളെയും ഇസ്ലാമിനെയും ആക്ഷേപിക്കുമ്പോഴുള്ള നിയമങ്ങൾ നിഷേധിക്കുകയല്ല വിശ്വാസികൾ ചെയ്യേണ്ടത്. ആർജവത്തോടെ അതിനു മറുപടി പറയാൻ ശ്രമിക്കുകയും കഴിയില്ലെങ്കിൽ മൗനം പാലിക്കുകയുമാണ് വേണ്ടത്. ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒരു കവിത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. തഉദ്ദൂന ഖത്ലൻ ഫിൽ ഹറാമി അലീമതൻ വഅഅലമു മിൻഹു ലൗ യറർ റുഷ്ദ റാഷിദു
സുദൂദുകും അമ്മാ യഖൂലു മുഹമ്മദു വകുഫ്റും ബിഹി വല്ലാഹു റാഹിം വശാഹിദു വഇഖ്റാജുകും മിൻ മസ്ജിദില്ലാഹി അഹ്ലഹു ലിഅല്ലാ ലില്ലാഹി ഫിൽ ബൈത്തി സാജിദു فإنا وإن عيرتمونا بقتله وأرجاف بالإسلام باغ وحاسد سقينا من ابن الحضرمي رماحنا بنخلة لما أوقد الحرب واقد دما وابن عبد الله عثمان بيننا ينازعه غل من القيد عاند. ഇസ്ലാമിക ജിഹാദിൻ്റെ യുക്തി വിവരിച്ചുകൊണ്ട് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി തൻ്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: മതങ്ങളിലും ധർമ്മങ്ങളിലും സമ്പൂർണ്ണം ജിഹാദിൻ്റെ നിയമമുള്ള മതവും ധർമ്മവും തന്നെയാണ്. അള്ളാഹു അവൻ്റെ അടിയാറുകൾക്ക് വ്യവസ്ഥ ചെയ്യുന്ന നിയമസംഹിതകളെ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരാളുടെ അടിമകൾ രോഗികളാകുന്നുവെന്ന് വെക്കുക. പരിഹാരത്തിനായി ഉടമ തൻ്റെ ഒരു കാര്യസ്ഥനെ വിളിച്ച് അവർക്ക് മരുന്ന് നൽകാൻ കൽപ്പിക്കുന്നു. അയാൾ ചെന്ന് രോഗികൾക്ക് ബലപ്രയോഗത്തിലൂടെ മരുന്ന് നൽകിയാൽ പോലും അതിൻ്റെ തെറ്റു പറയാനാകില്ലല്ലോ. എന്നാൽ മരുന്നിൻ്റെ ആവശ്യകതയും നേട്ടവും അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും സ്വയം താല്പര്യപ്രകാരം മരുന്ന് സേവിക്കാൻ അവർക്ക് അവസരം ഒരുക്കുകയും ചെയ്യുന്നത് അവരോടുള്ള കരുണയാണ്. യുക്തിയുടെയും പ്രകൃതിയുടെയും താല്പര്യം കൂടി ഒത്തിണങ്ങാൻ തേൻ കലർത്തുക കൂടി ചെയ്താൽ വിശേഷവുമായി. എന്നാൽ അധിക ജനങ്ങളും മോശപ്പെട്ട ആഗ്രഹങ്ങൾക്കും പൈശാചിക ദുർബോധനങ്ങൾക്കും അധീനപ്പെട്ടവരായിരിക്കും. അധികാരമോഹത്തിലും പാരമ്പര്യ വഴക്കങ്ങളിലും മനസ്സ് കുരുക്കപ്പെട്ട അത്തരക്കാർ നേട്ടങ്ങളെക്കുറിച്ച് കേൾക്കാനോ തിരുതൂർക്ക് വിധേയപ്പെടാനോ അതിൻ്റെ സൗന്ദര്യം ഉൾക്കൊള്ളാനോ അവർക്കാകില്ല. അങ്ങനെ വരുമ്പോൾ അവരോടുള്ള കരുണ എന്നാൽ അവർക്ക് ലക്ഷ്യം നിരത്തി നിയമങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുന്നതിൽ പരിമിതപ്പെടുത്തലായിരിക്കില്ല. മറിച്ച് അവരെ കീഴ്പ്പെടുത്തി തോൽവിയുടെ നിന്ദിതയിലൂടെ ഈമാൻ കടന്നു ചെല്ലാൻ വഴിയൊരുക്കലായിരിക്കും. കൈപ്പുള്ള മരുന്ന് വായിൽ ഒഴിച്ചു കൊടുക്കും പോലെയാണിത്. ഇങ്ങനെ ബലപ്രയോഗം നടത്തേണ്ടി വരുമ്പോൾ ശക്തമായി ചെറുക്കുകയും പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുന്നവരെ വകവരുത്താതെ ലക്ഷ്യം നേടാൻ സാധിച്ചു എന്ന് വരില്ല. അവരുടെ ശക്തി ക്ഷയിപ്പിക്കലും അവരെ ധനരഹിതരാക്കലും അതിനാവശ്യമായേക്കാം. അങ്ങനെ വരുമ്പോൾ അവരുടെ അനുഗാമികളും സന്താനങ്ങളും താല്പര്യത്തോടെയും ആഗ്രഹത്തോടെയും വിശ്വാസികളായിത്തീരും. ഇതാണ് ഹിറക്കൽ ചക്രവർത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ച കത്തിൽ അനുഗാമികളുടെ കുറ്റവും കൂടി താങ്കൾക്കുണ്ടാകും എന്ന് പറഞ്ഞത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചെയ്യുന്ന പരിപൂർണ കരുണ അവരെ നന്മയിലേക്ക് വഴിചേർക്കലും അവരോട് അക്രമം പ്രവർത്തിക്കുന്നവരെ കടിഞ്ഞാണിടലും അവരുടെ സർവ്വതോന്മുഖമായ വളർച്ച, ഭവന സുരക്ഷ, നഗരഭരണം എന്നിവ നേരാംവണ്ണം നടത്തി കൊടുക്കലുമാണ്. കാടൻ സ്വഭാവമുള്ളവരുടെ ആധിപത്യത്തിൽ കഴിയുന്നതും ശക്തമായ പ്രതിരോധ സംവിധാനത്തിൽ നിലനിൽക്കുന്നതുമായ ദുഷിച്ച നഗരങ്ങൾ മനുഷ്യ ശരീരത്തിലെ ക്യാൻസർ ബാധിച്ച അവയവം പോലെയാണ്. ശരീരം നിലനിൽക്കണമെങ്കിൽ ആ അംഗങ്ങൾ മുറിച്ചു മാറ്റാതെ പറ്റില്ല. അതിൻ്റെ ഘടന ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവന് മുമ്പിൽ അത് മുറിക്കുകയല്ലാതെ മാർഗമുണ്ടാവില്ല. കുറഞ്ഞ നാശം അധികമായ നന്മയിലേക്ക് വഴിവെക്കുന്നതായാൽ അത് പ്രവർത്തിക്കൽ നിർബന്ധവുമാണ്. ഖുറൈശികളുടെയും അവരുടെ സമീപസ്ഥരായ മറ്റ് അറബികളുടെയും കാര്യം തന്നെ എടുത്തു നോക്കൂ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നന്മയിൽ നിന്ന് ഏറ്റവും ദൂരത്തായവരും ദുർബലരെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചു വരുന്നവരുമായിരുന്നു അവർ. പരസ്പരം പോരടിച്ചും ബന്ധികളാക്കിയും കഴിഞ്ഞുകൂടിയ ജനത അവരിൽ അധിക പേരും ലക്ഷ്യങ്ങളിൽ ചിന്തിക്കുന്നവരോ തെളിവുകൾ പരിശോധിക്കുന്നവരോ ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ജിഹാദ് നടത്തുകയും അവരിലെ ശക്തരെ വധിക്കുകയും ചെയ്തതോടെ അള്ളാഹുവിൻ്റെ ദീൻ അവരിൽ ആധിപത്യം നേടുകയും അവൻ്റെ വിധിവിലക്കുകൾക്ക് അവർ വിധേയപ്പെടുകയും ചെയ്തു. അതിൽ പിറകെ നന്മയുടെ ആളുകളായി അവർ പരിവർത്തനം ചെയ്യപ്പെട്ടു. അവരുടെ കാര്യങ്ങളൊക്കെ വ്യവസ്ഥാപിതമായി മാറി. അവരോട് യുദ്ധം കൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സംസ്കൃതി അവരുടെ കാര്യത്തിൽ ഒരിക്കലും കൈവരില്ലായിരുന്നു. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ 170. ഞങ്ങൾക്ക് പാരത്രിക ലോകത്തിൽ വിശ്വാസമില്ല, അവിടെയുണ്ടെന്ന് പറയുന്ന നരകത്തിൽ കിടക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയുമില്ല എന്ന് പറയുന്നവരെ നിങ്ങൾ എന്തിനു നന്നാക്കണം? അവരെ അവരുടെ വഴിക്ക് വിട്ടാൽ പോരെ എന്ന് ചോദിക്കാം. ഇവിടെയാണ് സത്യനിഷേധം ഒരു മഹാരോഗമാണ്. അത് ബാധിച്ചവൻ അതിൻ്റെ ഗൗരവം മനസ്സിലാവുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. അവനോട് ഗുണകാംക്ഷയുള്ളവൻ രോഗിയുടെ സംസാരം പരിഗണിക്കാതെ അതിന് പ്രതിനിധി ചെയ്യണം എന്നത് പ്രസക്തമാകുന്നതു പോലെ തന്നെയാണ് ഇതിനെക്കുറിച്ചും പറയാനുള്ളത്. ആൻഡമാനിലെ വടക്കൻ സെന്റിനൽ ദ്വീപിൽ താമസിക്കുന്ന സെന്റിനലീസ് എന്ന ആദിവാസി വിഭാഗം
പുറമെയുള്ളവരെ സ്വീകരിക്കാനോ അവരുമായി ഇടപഴകാനോ താല്പര്യമില്ലാത്തവരും അവർക്ക് വേണ്ടി ഭൗതിക വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരെ പോലും അമ്പ് ഇത് ആക്രമിക്കുന്നവരും വകവരുത്തുന്നവരുമാണെന്നത് ഒരു സത്യമാണ്. അവരെ സഹായിക്കാൻ ചെല്ലുന്നത് അവർ സഹായമായി മനസ്സിലാക്കുന്നില്ല എന്ന് വെച്ച് സഹായിക്കുന്നവൻ ചെയ്യുന്നത് കുറ്റമാണെന്ന് പറയാമോ? നമുക്ക് കൊറോണ കാലത്തേക്ക് പോകാം. എന്തായിരുന്നു അവസ്ഥ? ഏതാനും ദിവസങ്ങൾക്കകം ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ഇത് ബാധിക്കുന്നു. വൈറസ് ബാധയുള്ളവർ എന്ന് വിധിക്കപ്പെട്ടവനെ തീർത്തും ഒറ്റപ്പെടുത്തുന്നു. മുഴുവൻ ജനങ്ങളും വീട്ടുതടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു. എല്ലാവരും പ്രതിരോധ വാക്സിൻ എടുക്കണമെന്ന് നിർബന്ധ കൽപ്പന വരുന്നു. പല രോഗികൾക്കും ഈ രോഗത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ തന്നെ സംശയം ജനിക്കുന്നു. എനിക്ക് വേണ്ട എന്ന് പറയുന്നവരെയും ആരോഗ്യവകുപ്പും അധികൃതരും നിർബന്ധിച്ച് വാക്സിന് വിധേയമാക്കുന്നു. ഇക്കാരണത്താൽ മരണവും രോഗവും ഉണ്ടാകുന്നുണ്ട് എന്ന ആക്ഷേപങ്ങൾ കേൾക്കുന്നു. എന്നാൽ പോലും ഇങ്ങനെ ഭരണകൂടങ്ങൾ എടുത്ത നടപടി അന്യായമാണെന്ന് പൊതുസമൂഹം സമ്മതിക്കുമോ? സത്യനിഷേധം എന്ന രോഗമുള്ളവർക്ക് ചികിത്സ വേണം എന്നതിന് ഇതിലപ്പുറം എന്താവശ്യമാണുള്ളത്? ലോകത്തൊന്നാകെ മുസ്ലിങ്ങളോ അവരുമായി സഹകരണത്തിൽ കഴിയുന്നവരോ ആകണമെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എങ്കിൽ ഇത് അതിവാദമല്ലേ എന്ന ചോദ്യം ഉയർന്നേക്കാം. എന്നാൽ ഈ അതിവാദം തന്നെയല്ലേ എല്ലാവരും കൊണ്ടുപോയി നടക്കുന്നത്? ക്രിസ്ത്യാനികൾ അവരുടെ ആധിപത്യത്തിനും കമ്മ്യൂണിസ്റ്റുകൾ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിക്കും ഹൈന്ദവർ അവരുടെ മേൽക്കോയ്മയ്ക്കുമല്ലേ പ്രാധാന്യം നൽകുന്നത്, പരിശ്രമിക്കുന്നത്? അതുകൊണ്ടാണല്ലോ പലപ്പോഴും സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിത്തീരുന്നത്. നീതിയും ധർമ്മവും സ്ഥാപിക്കാനുള്ള ഈ പരിശ്രമം സാമ്രാജ്യത്വ ശക്തികൾ ദുർബല രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നത് പോലെയല്ല. ഇസ്ലാമിന് അധീനപ്പെടുന്ന നാടുകളിലെ തദ്ദേശീയർക്ക് തന്നെയാണ് അവിടുത്തെ വിഭവങ്ങളുടെ യഥാർത്ഥ അവകാശം. സക്കാത്ത് പോലുള്ള നിർബന്ധ ദാനങ്ങൾ വിശ്വാസികൾക്ക് പോലും പുറത്തേക്ക് കൊണ്ടുപോകരുതെന്നാണ് മതത്തിൻ്റെ പ്രബല നിയമം. ചുരുക്കത്തിൽ ഇസ്ലാമിക ജിഹാദ് അക്രമം പ്രോത്സാഹിപ്പിക്കലോ അല്ല. മനുഷ്യജീവിതം നീതിപൂർവകവും വ്യവസ്ഥാപിതവുമാക്കാനുള്ള പരിശ്രമമാണ്. വൽ ജിഹാദു മാലിൻ മുന്ദു ബഅസനില്ലാഹു ഇലാ അൻ യുഖാതില ആഖിറു ഉമ്മത്തി അദ്ദജ്ജാൽ ലാ യുബ്തിലുഹു ജൗറു ജാഇരിൻ വലാ അദ്ലു ആദിലിൻ വൽ ഈമാനു ബിൽ അഖ്ദാർ. എന്നെ അല്ലാഹു നിയോഗിച്ചിടം മുതൽ ഈ ഉമ്മത്തിലെ അവസാനത്തവർ ദജ്ജാലിനെ വധിക്കും വരെ പ്രാബല്യത്തിലുള്ളതാണ് ജിഹാദ്. അതിക്രമിയുടെ അതിക്രമം, നീതിമാന്റെ നീതിയോ നന്മതിന്മകളിലുള്ള വിശ്വാസമോ അതിനെ നാശപ്പെടുത്തില്ല എന്നാണ് നബി വചനം. ഫലില്ലാഹിൽ ഹംദ്.